നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീട്ടിലൊരുക്കിയ ഇഫ്താർ പാർട്ടീൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ കാണാമേ. ഹായ്! ഓ, ഇതിങ്ങനെ ബാച്ച് ആയിട്ടാണ് വരുന്നത്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് സുന്ദരനായി പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവരൊക്കെ അത് എത്തിയിട്ടുണ്ടേ. വാ ഉച്ചേ, അത് മനസ്സിലായി എനിക്ക്. ട്രാവൽ ഹെവൻ ശേഷാതെ സുന്ദര വരൂ. ഞാൻ ഇവളോട് പറഞ്ഞതാ, ഞാൻ ഇവളോട് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞാണ്. അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിരുന്നു. അത് കാരണം അവർ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം സ്നാക്സാണ് കഴിച്ചു തുടങ്ങിയത്. ഐ മീൻ സ്നാക്സും കട്ട് ഫ്രൂട്ട്സും. അപ്പോൾ കട്ട് ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലണും പച്ച കളറിലെ ഗ്രേപ്സും ബ്ലാക്ക് കളറിലെ ഗ്രേപ്സും പിന്നെ ആപ്പിളും ഓറഞ്ചും, അതായത് കിനുവൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നാക്സായിട്ട് പഴംപൊരിയും ഉന്നക്കായും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസും ഉണ്ടായിരുന്നു. ഇത് ഉന്നക്കായൊന്നും ഇവർക്ക് അധികം കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണ്. അവർ ആക്ച്വലി ലക്ഷദ്വീപ് എന്നുള്ളതാണ്, പിന്നെ സാറ് പാലക്കാട് എന്നുള്ളതും. അപ്പോൾ അത് കാരണം അത് കുറച്ച് വ്യത്യസ്തമായിട്ടിരുന്നോട്ടെ വിചാരിച്ചിട്ട് അത് ആണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളത് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ ഏതാണ്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ഒരു കഴിക്കടാ ശേഷാതെ, നാളൊന്നുമില്ല പഠിക്കുന്ന ഉത്തരവാദിത്തമുള്ള പഠിപ്പിസ്റ്റ് കുഞ്ഞ്. എന്ത് പാർട്ടി? അത് എത്ര മണിക്കാ? നൈസിനാണ് അവൻ. കണ്ടോ അവൻ കണ്ട, അവൻ രണ്ടു ഉന്നക്കായൊക്കെ കഴിച്ചു മിടുക്കനായിട്ട്. അടുത്ത് പിടിച്ചു കൊടുക്കടാ അതിന്, പാവം. രാമൻ സാറേ ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നേ, പഴംപൊരി കഴിക്കും. അതെ, ദിവസവും കഴിക്കുന്നതുകൊണ്ട് വേണ്ട. കണ്ടോ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കഴിക്കുള്ളൂ, അങ്ങനെ വേണ്ടത്. ശരിയാ. ഈ കുഞ്ഞിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ കുഞ്ഞ് ഞാൻ എന്ത് ഉണ്ടാക്കി കൊടുത്താലും നല്ല ആസ്വദിച്ച് കഴിക്കും. കൊള്ളാമോ? ആ കുഞ്ഞെന്താ കഴിക്കാത്ത? സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മെയിൻ കോഴ്സ് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ മെയിൻ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നെയ്പ്പത്തലും തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയും പിന്നെ കുറച്ച് ജീര റൈസും, അതിന് വേണ്ടിയിട്ട് ജീര റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ദാലും പിന്നെ നേരത്തെ സ്നാക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിക്കൻ ഫ്രൈയും ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ കോഴ്സ് കഴിച്ചു തുടങ്ങി. തരാം മൂന്നാൾ ഒറ്റയ്ക്ക് എങ്ങനെയാ ഹനി? മൂന്നാള് 3 പേരല്ലേ? അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോവുകയാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താറായിട്ട് നടത്തുന്നത്. അപ്പോൾ എത്രമാത്രത്തിൽ ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും അവർ കഴിച്ച് സന്തോഷത്തോടെ പോയി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഇഫ്താർ വിശേഷം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് എന്നൊരു വീഡിയോയിൽ പിന്നെയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.